രണ്ടു തവണ നിർമ്മാണം നടത്തിയ പന്താവൂർ പാലം പെരുമുക്ക് റോഡിൽ നാട്ടുകാർക്ക് ദുരിതയാത്ര. വിദ്യാർത്ഥികളടക്കമുള്ളവർ ദുരിതയാത്രയാണ് റോഡിലൂടെ നടത്തുന്നത്. കുട്ടികളടക്കം റോഡിൽ വീഴുന്നതും പതിവ് കാഴ്ചയാണ്. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂലത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് സിപി ഫിറ്റിംഗ്സ്. ഒരു തവണ നിർമ്മാണവും മറ്റൊരിക്കൽ പുനർനിർമ്മാണവും നടത്തിയിട്ട് പോലും പെരുമുക്കുവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കുന്നില്ല. 2016-17 സാമ്പത്തിക വർഷത്തിൽ 35 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡിന് 2020-21 സാമ്പത്തിക വർഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും വീണ്ടും 10 ലക്ഷം രൂപ അധികം നൽകി നിർമ്മാണം നടത്തിയിരുന്നു. ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി 4 വർഷത്തിനകം പുനർനിർമ്മാണവും നടത്തിയിട്ടും മറ്റൊരു 4 വർഷങ്ങൾക്കിപ്പുറം റോഡ് വീണ്ടും തകർച്ചയുടെ വക്കിലാണ്. തകർന്നു കിടക്കുന്ന പന്താവൂർ പാലം പെരുമുക്ക് റോഡിലൂടെ ദുരിതയാത്രയാണ് വർഷങ്ങളായി നാട്ടുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡിലൂടെയുള്ള ദുരിതയാത്രയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന നന്നമുക്ക്, എരമംഗലം, കാഞ്ഞൂർ ഭാഗത്തേക്ക് പോകുന്ന ഈ റോഡ് വളരെ ശോചനാവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ ജനകീയ സമരങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഈ വർഷം ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ മഴ തുടക്കത്തിൽ തന്നെ വാഹനങ്ങൾ വീഴും, മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ വീഴും, വിദ്യാർത്ഥികൾക്ക് വീണ് പരിക്കുപറ്റുക നിത്യസംഭവങ്ങളായി മാറുകയാണ്. ഈ റോഡിന്റെ ശോചനീയത അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരായ എല്ലാവരും ആവശ്യം. വിദ്യാർത്ഥികളും വാഹനയാത്രക്കാരുമടക്കം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ വീഴുന്നതും സ്ഥിരം കാഴ്ചയാണ്. ഇതിനൊരു പരിഹാരമുണ്ടായില്ലെങ്കിൽ ജനകീയ സമരത്തിനിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. കേരള വിഷൻ, പൊന്നാനി.